അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 29. മിഷ്കാത്ത് എന്ന കിതാബിലെ ഹദീസുകളുടെ ദർസ്. കിതാബ് ദിഖാഖ് എന്ന കിതാബിൽ ബാബു ഇസ്തിഹ്ബാബിൽ മാലി വൽ ഉംരി എന്ന അധ്യായത്തിൽ 10ാമത്തെ ഹദീസാണ് ഈ വീഡിയോയിൽ ആദ്യമായി ആരംഭിക്കുന്നത്. അബ്ദുല്ലാഹി സദ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ഇന്ന നഫറൻ മിൻ ബനി ഉദ്റത, ഇന്ന നഫറൻ തീർച്ചയായും ഒരു സംഘം, മിൻ ബനി ഉദ്റത ബനു ഉദ്റ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രത്തിന്റെ പേരാണ്. ഒരു സംഘം എന്നാൽ സലാസത്തൻ, അതായത് 3 ആളുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അവർ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ തന്നെ, അവിടെ തന്നെ താമസിക്കാൻ അവർ ആഗ്രഹിച്ചു. ആ സമയത്ത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മയ്യക്ഫിനീഹിം, ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ട് ഇവരുടെ കാര്യത്തിൽ എനിക്ക് മതിയാക്കി തരുന്നവൻ ആരാണുള്ളത്? ഇവരെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണങ്ങളും അതുപോലെ താമസത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ ആരുണ്ട് എന്നാണ് ചോദ്യം. മന്നക്കിഫിനി, ആരാണ് എനിക്ക് മതിയാക്കി തരുന്നത് ഇവരെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി ഇപ്പൊ എനിക്ക് ബാധ്യതയുണ്ട്, അതാരേറ്റെടുക്കും? ഖാല തൽഹത്തു, ഉമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ പറഞ്ഞു, ഞാനേറ്റു. 3 ആള്. ഫകാനു, അവരായി ഇന്ദഹു, ഉമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അരികെ ജീവിച്ചു. ഫബഅസ, അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഫബഅസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി അയച്ചു. ഒരു സംഘത്തിന്. ഫഖറജ ഫീഹിം അഹദുഹും, ആ കൂട്ടത്തിൽ അവരിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു. ഒരാള് ആ കൂട്ടത്തിൽ യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അയാള് ആ യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു. പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു സംഘത്തിനെ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഫഖറജ ഫീൽ ആഖർ, അപ്പൊ ആ 3 ആളിൽ രണ്ടാമത്തെ ഒരാൾ ആ സംഘത്തിൽ പുറപ്പെട്ടു. അയാളും ഷഹീദായി മരണപ്പെട്ടു. പിന്നെ 3ാമത്തെ ആള് യുദ്ധത്തിനൊന്നും പോകാതെ അദ്ദേഹത്തിന്റെ സ്വന്തം വിരിപ്പിൽ തന്നെ, അഥവാ സ്വാഭാവികമായ മരണം സംഭവിച്ചു അതിന്റെ സമയമായപ്പോ. ബഹുമാനപ്പെട്ട സദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല തൽഹത്തു, അങ്ങനെ തൽഹത്ത്, ഇവരെ കൊണ്ടുപോയിരുന്ന തൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഅയ്തു ഔലായി സലാസത ഫിൽ ജന്ന, അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ ഇവർ 3 പേരും സ്വർഗത്തിലാണ് എന്ന് സ്വപ്നം കണ്ടു. വറഅയ്തുൽ മയ്യിത അലാ ഫിറാശി, സ്വന്തം വിരിപ്പിൽ കിടന്നുകൊണ്ട്
യുദ്ധത്തിനൊന്നും പോകാതെ മരണപ്പെട്ട മനുഷ്യനെ ഞാൻ കണ്ടു. അമാമഹും, അയാളാണ് ഏറ്റവും മുന്നിൽ. വല്ലദിസ്തുഷ്ഹിദ ആഖിറൻ, പിന്നെ അവസാനമായി ഷഹീദായി മരിച്ച ആള് എലി, അദ്ദേഹത്തിന്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ വിരിപ്പിൽ കിടന്ന് മരിച്ച ആള് ഏറ്റവും മുന്നില്. പിന്നെ ആദ്യം ഷഹീദായി മരിച്ച ആള് ഏറ്റവും ബാക്കിൽ. ഇപ്പൊ അടുത്ത് ഷഹീദായി മരിച്ച ആള് അതിന്റെ മുന്നിൽ. അങ്ങനെയാണ് കണ്ടത്. ഇത് കണ്ടപ്പോ എനിക്കൊരു ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ. എന്താ ഷഹീദായി മരിച്ച രണ്ടാൾക്കാർ മുന്നിൽ പോയ, ഇവിടെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് മരിച്ച ആള് മാത്രല്ല, ആദ്യം ഷഹീദായി മരിച്ച ആള് ഏറ്റവും ബാക്കിലും, പിന്നെ ഷഹീദായ ആള് അതിന്റെ മുന്നിലും. എന്താ കാരണം? അങ്ങനെ എന്താ ഒരു സ്വപ്നം? അന്ന് സംശയമുണ്ടായാൽ ചോദിക്കാൻ പറ്റിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ ചെന്നുകൊണ്ട് ഞാനത് പറഞ്ഞു. ഞാൻ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് അതിലൊരു മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പൊ എന്താ അതിലുണ്ടായത്? കുഴപ്പമില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഒരൊറ്റ ആളുമില്ല അഫ്ളല, ഏറ്റവും ശ്രേഷ്ഠമായവനായിട്ട് ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അരികെ, മിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനിനേക്കാൾ. യുഅമ്മറു ഫിൽ ഇസ്ലാം, അയാൾക്ക് ഇസ്ലാമിൽ വയസ്സ് നൽകപ്പെടും. അങ്ങനത്തെ ഒരാളെക്കാൾ കൂടുതൽ കാലം മുഅ്മിനായി ജീവിച്ച മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാളും ഇല്ല. കാരണം തസ്ബീഹി, അയാള് തസ്ബീഹ് ചൊല്ലി കുറെ കാലം, അയാൾ തക്ബീർ ചൊല്ലി, അയാൾ തഹ്ലീൽ ചൊല്ലി എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് കാലം നിസ്കരിച്ചു. സംസ്കാരത്തിനൊക്കെ പ്രതിഫലം അയാൾക്ക് കൂടുതലുണ്ടാവും. ഇവിടെ നേരത്തെ ഒരിക്കൽ വിശദീകരിച്ചതാണ്. ഈ ഹദീസിൽ പറഞ്ഞ മൂന്നാളുകളും യുദ്ധത്തിന് വേണ്ടി തയ്യാറായി ജീവിച്ചിരുന്ന ആളുകളായതുകൊണ്ട് വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ഷഹീദായി മരിച്ചാലും ആ മൂന്ന് പേർക്കും ഷഹീദിന്റെ പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് ഏറ്റവും അവസാനം വിരിപ്പിൽ കിടന്ന് മരിച്ച ആളും മുന്നിലെത്താൻ അതാണ് കാരണം. ഷഹീദിന്റെ പ്രതിഫലം അയാൾക്കുമുണ്ട്. അതിന്റെ പുറമെ ഇവിടെ ജീവിച്ചുകൊണ്ട് കുറെ കാലം കൂടി അദ്ദേഹം നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് അയാൾ ഏറ്റവും മുന്നിലെത്തിയത്. ഏറ്റവും ആദ്യം ഷഹീദായത് ആള് ബാക്കിലാവാനുള്ള കാരണം അയാൾ ഇവിടെ ജീവിക്കാനുള്ള സമയം കുറഞ്ഞത് കൊണ്ടാണ്. ഷഹീദിന്റെ കൂലി അദ്ദേഹത്തിനും ഉണ്ട്. അത് നേരത്തെ ഒരു ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തതാണ്. 11ാമത്തെ ഹദീസ്. മുഹമ്മദ് ബിൻ അബി ഹുമൈറ, മുഹമ്മദ് ബിൻ അബി ഉമൈറ എന്നവരിൽ നിന്ന് നിവേദനം. വകാന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരാളാണ്. ഖാല, അവർ പറയുന്നു, ഇന്ന അബ്ദൻ, ഈ ഹദീസ് അതിന്റെ കൂടെ മനസ്സിലാക്കുന്നത്, ഇന്ന അബ്ദൻ, ഒരടിമ, ലൗ ഖറ അലാ വജ്ഹി മിൻ യൗമ വുലിദ ഇലാ അൻ മാത ഹറമ, വാർദ്ധക്യം പിടിപെട്ടുകൊണ്ട് മരിക്കുന്നത് വരെ ജനിച്ചത് മുതൽ ഇബാദത്തിലായിക്കൊണ്ട് ഒരു അടിമ വീണാൽ, ലൗ ഖറ, അവൻ വീണാൽ, അലാ വജ്ഹിഹി, മുഖത്തിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ജനിച്ചത് മുതൽ ഒരാൾ ഇബാദത്ത് ചെയ്യേണ്ട പ്രായമായത് മുതൽ ഇബാദത്ത് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയത് വരെ, ഇലാൻ മാത ഹറമ, വാർദ്ധക്യം പിടിപെട്ട് മരിക്കുന്നത് വരെ, ഫീ താഅത്തില്ല, ഫീ ത്വാഅത്തില്ല, അല്ലാഹുവിന്റെ ആരാധനയിലായിട്ട് വയസ്സായിട്ട് അയാൾ മരിച്ചുപോയി. അങ്ങനത്തെ ഒരാളാണെങ്കിലും ലഹഖറഹു,
അവന്റെ ചെയ്ത എല്ലാ ഇബാദത്തിനെയും ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കുമ്പോ അയാൾക്ക് തോന്നും, എനിക്ക് കിട്ടിയത് വളരെ കുറവായി പോയി, എനിക്ക് കുറേം കൂടി കാലം ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും കൂടി അമലുകൾ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് അയാൾക്ക് തോന്നും എന്നാണ്. അയാൾ ആഗ്രഹിക്കും, അയാൾക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവും. അവിടെ അമലിന്റെ പ്രതിഫലം കൊടുക്കുമ്പോ എന്നെ ദുന്യാവിലേക്ക് തന്നെ മടക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികം കൂലി അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടി മടക്കിയിരുന്നെങ്കിൽ എന്ന് ഇവിടെ ജനിച്ചതു മുതൽ മരണം വരെ ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ പോലും കൊതിച്ചു പോകും. അവൻ ചെയ്ത അമല് ആഖിറത്തിലെത്തുന്ന ഖിയാമത്ത് നാളിൽ അവൻ വളരെ ചെറുതായിട്ട് അവന് കാണും എന്ന റവാഹു അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ബാബ് ഇവിടെ അവസാനിക്കുകയാണ്. ബാബു ഇസ്തിഹ്ബാബിൽ മാലി വൽ ഉംരി എന്ന ബാബ് ഇവിടെ അവസാനിക്കുന്നു. ഒരു പുതിയ ബാബ് തുടങ്ങുകയാണ്. ബാബു തവക്കുലി വസ്സബ്രി, കാര്യങ്ങൾ അല്ലാഹുവിൽ അർപ്പിക്കുക, അതുപോലെ ക്ഷമ, ഇത് രണ്ടിന്റെയും മഹത്വങ്ങളാണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഫസ്ല് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് 70,000 ആളുകൾ, ബിഗൈരി ഹിസാബ്, ഹിസാബ് കൂടാതെ 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകും. അല്ലദീന, എങ്ങനെയുള്ള ആളുകളാണ്? ലാ യസ്തർഖൂന, അവര് മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയില്ല, അങ്ങനെയുള്ള ആളുകൾ. വലാ യതതയ്യറൂൻ, അവർ പക്ഷി ലക്ഷണം നോക്കുകയും ഇല്ല. മുൻകാലത്തുണ്ടായിരുന്ന ഒരു പരിപാടിയാണ്, പക്ഷിയെ പറക്കുന്നത് നോക്കിയിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് പക്ഷിയെ ഇളക്കി പറപ്പിക്കുകയും, അങ്ങനെ അത് പറന്നു പോകുമ്പോ അത് ഏത് ഭാഗത്തേക്ക് പറന്നു, വലതു ഭാഗത്തേക്ക് പറന്നാൽ ഈ കാര്യം ചെയ്യാം, ഇടത് ഭാഗത്തേക്കാണ് അത് പറന്നതെങ്കിൽ പറ്റുകയില്ല എന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായി. അതിനെ സംബന്ധിച്ചാണ് തത്തയ്യുറ, പക്ഷി ലക്ഷണം നോക്കൽ എന്ന് പറയുന്നത്. അത് നോക്കാത്തവരാണവർ. അതുപോലെ തന്നെ മന്ത്രിപ്പിക്കാത്തവരാണ് അവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊണ്ടും മന്ത്രിക്കാത്തവർ. ഖുർആനിന്റെ ആയത്ത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല കലിമാത്തുകളെ കൊണ്ടോ ഇസ്മുകളെ കൊണ്ടോ ഒക്കെ, അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടോ അതുപോലെ ഹദീസിൽ വന്ന മന്ദിരങ്ങളെ കൊണ്ടോ ഒക്കെ മന്ത്രിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതും കൂടി ചെയ്യാത്തവർ പിന്നെ അവരെന്താ ചെയ്യുന്നത്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവര് അള്ളാഹുവിന്റെ മേലിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നവരാണവർ. എല്ലാ കാര്യവും അള്ളാഹുവിൽ അർപ്പിച്ച് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മുത്തവക്കിലീങ്ങളായ ആളുകൾ. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 2, വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഫഖാല, പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അരികിലേക്ക് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിളത്ത് അലിയൽ ഉമം, കഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങളെയും എന്റെ മേലിൽ വെളിവാക്കപ്പെട്ടു. ഇപ്പൊ നമുക്കത് പറയുമ്പോ ഒരു വലിയൊരു അത്ഭുതം തോന്നുകയില്ല. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടക്കുന്ന, ഇറാനിൽ നടക്കുന്ന, അമേരിക്കയിൽ നടക്കുന്ന, ഇങ്ങനെ പല രാഷ്ട്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. വെളിവാക്കപ്പെടുന്നത് അത് ആധുനിക രീതിയിലുള്ള പല കാരണങ്ങളെ കൊണ്ടുള്ള വെളിവാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ടിവിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് അത് കാണിക്കാൻ അല്ലാഹുക്ക് കഴിവുണ്ട്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു പോയ ഉമ്മത്തുകളൊക്കെ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫജഅല യമുറു നബിയ്യു, അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നബി, ഒരു പ്രവാചകൻ നടന്നു പോകുന്നു. വമഅഹു റജുലു, അയാളെ കൂടെ ഒരാളുണ്ട്. അയാളിവിടെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി ഒരാളെ കിട്ടി. ആ ഒരാള് മാത്രമാണ് അയാൾ കൂടെ ഉള്ളത്. വന്നബിയ്യു, മറ്റൊരു പ്രവാചകൻ പോകുന്നു. വമഅഹു റജുലാനി, ആ പ്രവാചകന്റെ കൂടെ രണ്ടാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ. വന്നബിയും, മറ്റൊരു പ്രവാചകൻ പോകുന്നു. മഅഹു റഹ്തു, ആ പ്രവാചകന്റെ കൂടെ ഒരു സംഘാളുകളുണ്ട്. വന്നബിയും, മറ്റൊരു പ്രവാചകൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ലൈസ മഅഹു അഹദുൻ, ഒരാളുമില്ല കൂടെ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ കണ്ടു സവാദൻ കസീറ, വലിയ ഒരു സംഘം ആളുകളെ. ആകാശത്തിന്റെ ആ മേൽഭാഗത്തെ പോലും മറച്ചിരിക്കുന്നു. സമുദ്രത്തിലേക്ക് നോക്കിയതുപോലെ ആ ജനങ്ങളെ നോക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് മുട്ടുന്നത് പോലെ തോന്നുന്നു. ഉമ്മത്തി, അത് എന്റെ സമുദായമായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖീല, അപ്പോൾ പറയപ്പെട്ടു, ആദാ മൂസാ ഫീ ഖൗമിഹി, ഇത് മൂസാ നബി അലൈഹിസ്സലാമും ജനതയുമാണ്. സുമ്മ ഖീല ലീ, പിന്നെ എന്നോട് പറയപ്പെട്ടു, ഉൻളുർ, നിങ്ങൾ നോക്കുക. ഫറഅയ്തു സവാദൻ കസീറൻ, വളരെയധികം ഉള്ള ഒരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടു. സദൽ ഉഫ്ക, അത് ആകാശത്തിന്റെ ആ ഭാഗത്തേക്ക് അത് മറച്ചിരിക്കുന്നു. വഖീല ലീ, അപ്പൊ എന്നോട് പറയപ്പെട്ടു, ഹക്കദാ വഹക്കദാ, ഈ ഭാഗത്തേക്കും ആ ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഒക്കെ നോക്കുക. ഫറഅയ്തു സവാദൻ കസീറാ, അപ്പൊ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ വലിയ ജനക്കൂട്ടം ഞാൻ കണ്ടു. സദൽ ഉഫ്ക, ആകാശത്തെ അത് മറച്ചിട്ടുണ്ട്. ആ രീതിയിൽ സമുദ്രത്തിലേക്ക് നോക്കിയത് പോലെ ആ ജനക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ ആകാശമാണ് കാണുന്നത്. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഉമ്മത്തുക ഹുലായി ഉമ്മത്തുക, ഇത് നിങ്ങളുടെ സമുദായമാണ്. ഈ സംഘത്തോട് കൂടെയുണ്ട് ഖുദ്ദാമഹും, അവരുടെ മുന്നിലായിട്ട് 70,000 ആളുകൾ ഖുദ്ദാമഹും, അവരുടെ മുന്നിൽ. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, അവർ ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ പോകുന്നവരാണ്. ഹുമുല്ലദീന ലാ യതതയ്യറൂൻ, അവർ പക്ഷി ലക്ഷണം നോക്കാത്തവരാണ്. വലാ യസ്തർഖൂൻ, മന്ദിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ്. വലാ യക്തബൂൻ, പൊള്ളി കയ്യ് കവ് എന്നൊക്കെ പറഞ്ഞാൽ പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയായിരുന്നു മുറിവുണ്ടാകുന്ന സമയത്ത് ചെയ്തിരുന്നത്. ഇതിനാണ് യക്തബൂൻ എന്നവർ പറഞ്ഞത്. അങ്ങനെയുള്ള ചികിത്സ നടത്താത്തവരുമായിരുന്നു നിർബന്ധ സാഹചര്യത്തിലൊഴികെ. അവര് റബ്ബിന്റെ മേലിൽ തവക്കുലാക്കുന്നവരായിരുന്നു, കാര്യങ്ങളൊക്കെ അല്ലാഹുവിൽ അർപ്പിക്കുന്നവരായിരുന്നു. ഇതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാമ ഉഖാസത്ത് ഇബ്നു മുഹ്സൻ,
ഉക്കാസത്ത് ബിൻ മുഹ്സൻ എന്നവരെ എഴുന്നേറ്റ് പറഞ്ഞു. വഖാല അദ്ദേഹം പറഞ്ഞു, ഉദുല്ലാഹ അൻ യജ്അലനി മിൻഹും, ആ 70,000 കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽഹു മിൻഹും, അല്ലാഹുവേ ഉക്കാസത്ത് ബിൻ മുഹ്സനെയും ആ കൂട്ടത്തിൽ നീ പെടുത്തണമേ. പിന്നെ വേറൊരാളെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മിൻഹും, എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട്. പറഞ്ഞു, നിങ്ങൾക്ക് ഉക്കാസ അതുകൊണ്ട് മുൻകടന്നിരിക്കുന്നു. ഉക്കാസ റളിയല്ലാഹു അൻഹു നേടി. ഇനി രണ്ടാമത്തെ അവസരം ഇല്ല. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ദീനി വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഈ ചാനൽ കേൾക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത അനേകം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു വിജയം എല്ലാ രംഗത്തും നൽകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.